ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. നമുക്കൊന്നൊരു അടിപൊളി വെജിറ്റബിൾ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കിയാലോ, വളരെ എളുപ്പത്തിൽ. ഇപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂൾക്ക് പോകാനാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തലേ ദിവസം തന്നെ സബോള, ബീൻസ്, ക്യാരറ്റൊക്കെ കുനുകുനാക്കി അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ നല്ല എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ രാവിലെ തന്നെ ഇതൊക്കെ അരിയാൻ നിന്നാൽ ഒരുപാട് ടൈം പിടിക്കും. അപ്പോൾ രാവിലെ മക്കൾക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനായിട്ടത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനായി നമ്മൾ ഒരു കുക്കർ അടുപ്പത്ത് വെക്കുക. കുക്കർ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. പിന്നെ പട്ട, ഏലക്ക, കരിയാമ്പൂ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇടുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേട്ടോ. അതപ്പോൾ നമ്മുടെ സബോളയും ബീൻസും ഒക്കെ ഇട്ടിട്ട് ക്യാരറ്റും ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ഇത് ചോറിൽ ഇതിനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ അവരിങ്ങനെ മാറ്റി വയ്ക്കും. പിന്നെ അതൊന്നും അങ്ങനെ ഒരു ആവശ്യം വരില്ല. അതിനാണ് നമ്മൾ കുന്തിനാക്കി അരിഞ്ഞിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇടുന്നത്. ഇത് നന്നായി വഴറ്റി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ചെറുതായിട്ടൊന്ന് മൂടി വെച്ചാലും മതി. നമ്മൾ എത്ര അരിയാണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കണം കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്, കുറച്ചേ എടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണമെങ്കിൽ ഇനി സോയാബീൻ വേണമെങ്കിൽ സോയാബീൻ അങ്ങനെ ചേർക്കാം. അതല്ലെങ്കിൽ സോയാബീൻ പൊരിച്ചിട്ട് അങ്ങനെ ചേർക്കാം. കൂടുതലും ടേസ്റ്റ് സോയാബീൻ പൊരിച്ചിട്ട് ചേർക്കുമ്പോഴാട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേണമെങ്കിൽ ചിക്കൻ പൊരിച്ചിട്ട് അങ്ങനെയും ചേർക്കാം. ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേറെ വെച്ചിട്ട് ചേർക്കാം. അല്ലെങ്കിൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ നന്നായി വാടി വരുന്നുണ്ട്. നന്നായി വാടണം കേട്ടോ. നന്നായി വാടിക്കഴിഞ്ഞാൽ നന്നായി ചുങ്ങും. നമ്മൾ ഇടുമ്പോൾ തോനെ ഉണ്ടാവും, ചുങ്ങിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം നമുക്ക് രാവിലത്തെ ഫുഡുമായി സ്കൂൾക്ക് കൊണ്ടുപോകാനുമായി അങ്ങനൊരു കാര്യമുണ്ട്. ചുങ്ങിയപ്പോൾ നന്നായി കുറഞ്ഞു കേട്ടോ. ഞാനതിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഞാൻ 2 ഗ്ലാസ് അരി എടുക്കണുള്ളൂ. കുറച്ച് നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ, കുറച്ച് മതി. ഇതാ മുന്തിരി, ബദാം, മല്ലിച്ചപ്പ്, പുതിന, വേപ്പിൻ്റെ ഇലൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അതിലേക്ക് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുത്തു. പിന്നീട് അത് പൊരിച്ചിട്ട് ഇടാനും നിന്നില്ല, അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു. കാഷ്നട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ബദാം ഇട്ടത് കേട്ടോ. നമ്മൾ രാവിലെ സ്കൂൾക്ക് പോകാനുള്ള ഒരു തിരക്കായതുകൊണ്ട് എല്ലാതും അതിൽ തന്നെ ചേർത്തു. എന്നാലും നല്ല ടേസ്റ്റാണ്. ഇത് അരിയൊക്കെ ഇട്ടു, വേപ്പിൻ്റെ ഇലൊക്കെ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ കുക്കറൊക്കെ ഒന്ന് മൂടി വെച്ച് 2 വിസിലടിച്ചാൽ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. നിങ്ങളിതിങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് സോയാബീൻ പൊരിച്ചത് വേണമെങ്കിൽ അതിൽ ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ഇനി നമ്മുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ പൊരിച്ചതും ചേർക്കാം, അതും നല്ല ടേസ്റ്റാണ്. ഞങ്ങൾക്ക് ചിക്കൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ചിക്കൻ ഞങ്ങൾ പൊരിച്ച് അപ്പോൾ മക്കൾക്ക് സ്കൂൾക്ക് ഈ ബിരിയാണിയും ചിക്കൻ ചില്ലിയും പാടെ കൊടുത്തയച്ച്. ഈ ചിക്കൻ ചില്ലി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് കച്ചമ്പറും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും വരും. അതുവരെ ബൈ ബൈ.